സ്വാമിയെ ശരണമയ്യപ്പ. തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സുപ്രീം കോടതിയിൽ പുതിയ സത്യവാങ്മൂലം കൊടുക്കാൻ ഒരുങ്ങുകയാണ്. ശബരിമല ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം ആചാര ലംഘനം നടത്താൻ ദേവസ്വം ബോർഡിന് താല്പര്യമില്ല. ദേവസ്വം ബോർഡിന്റെ താല്പര്യം ആചാരങ്ങൾ പഴയപടി പാലിക്കണം. അതായത് 10 വയസ്സിനും 50 വയസ്സിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾ മണ്ഡലകാലത്താവട്ടെ മകരവിളക്കിനാവട്ടെ ശബരിമലയിൽ ദർശനം നടത്തുന്നത് ആ ഭക്തന്മാർക്ക് രുചിക്കുകയില്ല. ആചാര പാലകർക്ക് താല്പര്യമുള്ള കാര്യമല്ല. സമുദായ സംഘടനകൾക്ക് വലിയ എതിർപ്പുള്ള കാര്യമാണ്. വെള്ളാപ്പള്ളി നടേശനും സുകുമാരൻ നായരും ഈ കാര്യത്തിൽ ഒറ്റക്കെട്ടാണ്. അപ്പോൾ ഇവരൊക്കെ ധിക്കരിച്ചുകൊണ്ട് ഇവിടെ നവോത്ഥാനം നടപ്പാക്കാനും യുവതീ പ്രവേശനം ഉറപ്പാക്കാനുമുള്ള യാതൊരു ഉദ്ദേശവും മറ്റാർക്കൊക്കെ ഉണ്ടെങ്കിലും തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇല്ല എന്ന കാര്യം അവരൊരു സത്യവാങ്മൂല രൂപത്തിൽ സുപ്രീം കോടതിയെ ധരിപ്പിക്കാൻ പോവുകയാണ്. ഇത് പുതുമയുള്ള കാര്യമല്ല. ഓരോ 5 കൊല്ലം കൂടുമ്പോഴും സർക്കാർ സത്യവാങ്മൂലം മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. UDF ഭരിക്കുമ്പോൾ ആചാരം പാലിക്കണം, യുവതികളെ പ്രവേശിപ്പിക്കരുത് എന്ന് പറഞ്ഞ് സത്യവാങ്മൂലം കൊടുക്കും. LDF ഭരിക്കുമ്പോൾ ആചാരമല്ല പ്രധാനം, നവോത്ഥാനമാണ്, യുവതികളെ പ്രവേശിപ്പിക്കാൻ വിരോധമില്ല എന്ന രീതിയിലുള്ള സത്യവാങ്മൂലം കൊടുക്കും. അവസാനം സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിന്റെ വിധി വന്നപ്പോൾ ഏറ്റവും ആദ്യം ഇത് നടപ്പാക്കും, അവിടെ യുവതീ പ്രവേശനം ഉറപ്പാക്കും, നവോത്ഥാന മൂല്യങ്ങൾ സംരക്ഷിക്കും എന്ന് വാശി പിടിച്ചത് നമ്മുടെ കേരള മുഖ്യമന്ത്രി കാരണഭൂതൻ സഖാവ് പിണറായി വിജയനായിരുന്നു. വിജയൻ സഖാവ് ആ പ്രഖ്യാപനത്തിൽ നിർത്തിയില്ല. 14 ജില്ലകളിൽ നവോത്ഥാന സമ്മേളനങ്ങൾ വിളിച്ചുകൂട്ടി 1.5 മണിക്കൂർ വീതം പ്രസംഗിച്ചു. മുലമുറിച്ച നങ്ങേലിയുടെ കഥയൊക്കെ പുള്ളി കണ്ണാൽ കണ്ട പോലെ വർണ്ണിച്ചു. അങ്ങനെ നവോത്ഥാനം നടപ്പാക്കിയിട്ട് വേറെ കാര്യമുള്ളൂ എന്ന നിലപാട് കൈക്കൊണ്ടു. മറുഭാഗത്ത് NSSും മറ്റ് ചില സമുദായ സംഘടനകളൊക്കെ ഇതിനെ അതിഭയങ്കരമായിട്ട് എതിർക്കുകയും നാട്ടിൽ വലിയ സംഘർഷം ഉണ്ടായിരുന്നു. ആദ്യം യുവതീ പ്രവേശനത്തെ അനുകൂലിച്ച BJP പിന്നീട് പ്ലേറ്റ് മാറ്റുകയും ഒരു കാരണവശാലും ആചാര ലംഘനം അനുവദിക്കാൻ പാടില്ല എന്ന് വാശി പിടിക്കുകയും കോൺഗ്രസ്സുകാരും ഏതാണ്ട് അതേ കൂട്ടത്തിൽ തന്നെ കൂടി. അങ്ങനെ പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ LDFന് വലിയ തിരിച്ചടി ഉണ്ടായി, UDFന് വലിയ വിജയമുണ്ടായി, BJPക്കാർക്ക് തല്ലുകൊണ്ടത് മാത്രം മെച്ചമായി. അതിനു പുറമെയാണ് സുപ്രീം കോടതി നിലപാട് മാറ്റിയത്, പുനഃപരിശോധനാ ഹർജിയിലേക്ക് പോയി. അങ്ങനെ നവോത്ഥാനം അമ്പെ പരാജയപ്പെട്ടു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഇപ്പോൾ ഈ നവോത്ഥാന നായകന്മാരെല്ലാവരും നിലപാട് മാറ്റി. വെള്ളാപ്പള്ളി നിലപാട് മാറ്റി, മറ്റ് സംഘടനക്കാരൊക്കെ നിലപാട് മാറ്റി. ആകെ വന്നിട്ട് പോയിട്ട് പുന്നല ശ്രീകുമാർ മാത്രമാണ് യുവതീ പ്രവേശനത്തിന് വേണ്ടി ഇപ്പോൾ വാദിക്കും. പക്ഷേ പുന്നല ശ്രീകുമാറിനൊന്നും ഇവിടെ ആരും വകവച്ചിട്ടില്ല. അദ്ദേഹം ഒരു സമുദായ സംഘടനയുടെ നേതാവായിരിക്കും, പക്ഷെ അതിനപ്പുറത്ത് വലിയൊരു വോട്ട് ബാങ്കിന്റെ ഉടമസ്ഥനല്ല. വോട്ടാണല്ലോ പ്രധാനം. മാത്രമല്ല നിയമസഭാ തെരഞ്ഞെടുപ്പ് വരികയാണ്. അതുകൊണ്ടാണ് ഇവിടെ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. അയ്യപ്പ സംഗമവും ആകെ പൊളിച്ച് പാളീസായി നിൽക്കുകയാണ്. മാത്രമല്ല ശബരിമല സ്വർണ്ണക്കൊള്ള എന്ന് പറഞ്ഞ ഭയങ്കര വിഷയം ഉയർന്നു വരച്ചു. അതിന്റെ പുറത്താണ് ഇപ്പോൾ സുപ്രീം കോടതിയിൽ സത്യവാങ്മൂലം. ഇനിയിപ്പോൾ സത്യവാങ്മൂലം കൊടുത്താൽ എന്താണ്, കൊടുത്തില്ലെങ്കിൽ എന്താണ്? തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ സത്യവാങ്മൂലത്തിനൊക്കെ സുപ്രീം കോടതിയിൽ എന്ത് വിലയാണ് ഉണ്ടാകുക? ഒരു വിലയില്ല. അത് എഴുതിയ കടലാസിന്റെ വില പോലും കിട്ടുകയില്ല. കാരണം 6-7 പ്രാവശ്യം മാറ്റി എഴുതിയ സത്യവാങ്മൂലം പഴയ വീഞ്ഞ് പുതിയ കുപ്പിയിൽ എന്ന രീതിയിൽ അവിടെ അവതരിപ്പിക്കുകയാണ്. അപ്പോൾ സുപ്രീം കോടതി അതൊക്കെ അർഹിക്കുന്ന അവഞ്ഞൂടി തള്ളിക്കളയും. അവർക്ക് സൗകര്യം ഉണ്ടെങ്കിൽ യുവതീ പ്രവേശനം അനുവദിക്കും, സൗകര്യം ഇല്ലെങ്കിൽ അത് തള്ളിക്കളയും. ഏതായാലും കേരള ഗവൺമെന്റോ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് ഇതിനകത്ത് പ്രധാനമായിട്ട് ഒന്നും ചെയ്യാനില്ല. അവർക്ക് ആകെ ചെയ്യാവുന്ന ഞങ്ങളിങ്ങനെ ഒരു നിലപാടെടുത്തു, അതിനുശേഷം സുപ്രീം കോടതി അവർക്ക് തോന്നിയ പോലെ വിധിച്ചു എന്ന് പറയുക മാത്രമാണ്. അപ്പം ഇതൊക്കെ ഒരു തമാശ എന്ന് വിചാരിച്ചാൽ മതി. എന്നാലും ഈ പിണറായി സഖാബ് ഇതുപോലൊരു ചെയ്ത് ചെയ്യും എന്ന് ഞാൻ വിചാരിച്ചില്ല. ഇപ്പൊ തെരഞ്ഞെടുപ്പിൽ നമ്മുടെ സ്വരാജും മറ്റുമൊക്കെ സ്ഥിരമായിട്ട് പ്രസംഗിച്ചിരുന്ന ഒരു കാര്യമുണ്ട്. 1000 തെരഞ്ഞെടുപ്പുകളിൽ തോറ്റാൽ പോലും ഞങ്ങൾ ഈ ഇടതുപക്ഷക്കാർ നിലപാടിൽ മാറ്റം വരുത്തുകയില്ല എന്ന്. കേവലം ഒരു തെരഞ്ഞെടുപ്പിൽ തോറ്റപ്പോഴത്തേക്കും ഇവർ നിലപാട് മാറ്റി, പറഞ്ഞതെല്ലാം പിൻവലിച്ചു, സത്യവാങ്മൂലം മാറ്റി കൊടുക്കുകയാണ്. ഇനി നവോത്ഥാനമല്ല, വോട്ടാണ് പ്രധാനം. എങ്ങനെയെങ്കിലും ഭരണം നിലനിർത്തുക. വോട്ടെ പ്രതിപക്ഷത്താണെങ്കിൽ പോലും അന്തസ്സായിട്ടുള്ള ആ ഒരു ഇരിപ്പിടം ഒരുക്കുക എന്നതിൽ കവിഞ്ഞ് ഇപ്പൊ സഖാക്കന്മാർക്ക് യാതൊരു വാശിയുമില്ല, യാതൊരു ശാഠ്യവുമില്ല, നിർബന്ധ ബുദ്ധിയില്ല, ഒന്നുമില്ല. ഭഗവാൻ ധർമ്മശാസ്താവിന്റെ അനുഗ്രഹം ഉണ്ടായിട്ട് കുറച്ചു പേരെങ്കിലും ഈ തെരഞ്ഞെടുപ്പ് ജയിക്കുകയാണെങ്കിൽ, അധികാരം നഷ്ടപ്പെട്ടാലും പ്രതിപക്ഷത്തെങ്കിലും മാന്യമായ ഇരിപ്പിടം കിട്ടുകയാണെങ്കിൽ സഖാക്കൾ സംതൃപ്തരായി. ഭഗവാൻ ധർമ്മശാസ്താവിന്റെ അനുഗ്രഹം
ഇടതുപക്ഷക്കാരായ എല്ലാ സ്ഥാനാർത്ഥികൾക്കും ഉണ്ടാകട്ടെ. ഈ വിപ്ലവം വിജയിക്കട്ടെ എന്ന് മാത്രം ആശംസിക്കുന്നു. ലാൽ സലാം.